ആത്മപ്രേരിതം ഹൃദയോദ്ദീപകം ജീവദായകം. ഈശോയിലെ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഈശോ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗുഡ്നസ് ടി വിയുടെ ഡിവൈൻ വോയിസ് ശുശ്രൂഷയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം. ഈ ദിവസം അനുഗ്രഹത്തിൻ്റെ ദിവസമാകട്ടെ. ഈ നിമിഷങ്ങൾ കൃപയുടെ നിമിഷങ്ങളാകട്ടെ. ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ നല്ല ഈശോയെ, ഈ നിമിഷങ്ങളെ പ്രത്യേകമായിട്ട് അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ചു തരുന്നു. ഈശോനാഥ, നിൻ്റെ വചനം ശ്രവിച്ച് ആ വചനത്തിൽ വിശ്വസിച്ച് ആ വചനം പ്രാർത്ഥിച്ച് അനുഗ്രഹം നേടാൻ ഈ നിമിഷങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമേ. ഈ ശുശ്രൂഷയെ സംബന്ധിക്കുന്ന എല്ലാ മക്കളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ചു തരുന്നു. നീ അറിയാതെ ഇവരുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ലല്ലോ. ഇവരുടെ ജീവിതത്തിൻ്റെ അരികിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെല്ലണമേ. ഇവരുടെ കുടുംബങ്ങളിൽ, ഇവരായിരിക്കുന്ന ഇടങ്ങളിൽ അവിടുത്തെ സംരക്ഷണവും അനുഗ്രഹവും ഒരുക്കണമേ. അവിടുത്തെ കൃപ നിറയ്ക്കണമേ. അവിടുന്ന് ഇവരെ പരിപാലിക്കണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, മക്കബായരുടെ 2-ാം പുസ്തകത്തിൻ്റെ 6-ാമത്തെ അധ്യായത്തിൻ്റെ 18 മുതൽ 31 വരെയുള്ള തിരുവചന ഭാഗങ്ങളിൽ എലയാസറിൻ്റെ രക്തസാക്ഷിത്വത്തെക്കുറിച്ചാണ് നമ്മൾ കാണുന്നത്. വചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുകയാണ്: ഉന്നത സ്ഥാനീയനായ ഒരു നിയമജ്ഞനും കുലീനഭാവത്തോടു കൂടിയവനും വയോധികനുമായ എലയാസറിൻ്റെ വായ് പന്നിമാംസം തീറ്റാൻ അവർ ബലം പ്രയോഗിച്ച് തുറന്നു. ഒരു വയോധികനായ എലയാസർ, അവൻ്റെ രക്തസാക്ഷിത്വത്തിൻ്റെ സാക്ഷ്യം മാത്രമല്ല ഈ വചനങ്ങളിൽ നമ്മൾ കാണുന്നത്, ഒരു തലമുറയെ രക്ഷിക്കാൻ ഒരു മനുഷ്യൻ തൻ്റെ ജീവിതം സമർപ്പിച്ചതിൻ്റെ സാക്ഷ്യമാണ്. ഇന്നിൻ്റെ ലോകത്തിൽ ഇതിന് വലിയ പ്രസക്തിയുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. നമുക്കറിയാം, ഈ കാലഘട്ടത്തിൽ പ്രിയപ്പെട്ടവരെ, തിന്മയെ നന്മയെന്നും കാണിച്ചുകൊണ്ട് അതിനുവേണ്ടി സോഷ്യൽ മീഡിയകളിലും മറ്റു മാധ്യമങ്ങളിലൂടെയും ഒക്കെ പ്രയത്നങ്ങൾ നടത്തുന്ന ഒരു കാലഘട്ടമാണ്. സിനിമാ താരങ്ങളെയും കായിക താരങ്ങളെയും മറ്റുമൊക്കെ മാതൃകകളാക്കി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ലോകമാണ് ഈ ലോകം. ജീവിതത്തിൻ്റെ നന്മയ്ക്കോ കുലീനതയ്ക്കോ യാതൊരു വിലയുമില്ലാത്ത ഒരു ലോകം. അങ്ങനെയുള്ള ഈ ലോകത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന് മുൻപിൽ വലിയൊരു വെല്ലുവിളി എലയാസർ ഉയർത്തുന്നുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് വചനം പറഞ്ഞത് നമ്മൾ കേട്ടു. ഉന്നത സ്ഥാനീയനാണ്, നിയമജ്ഞനാണ്, കുലീനഭാവത്തോട് കൂടിയവനാണ്, വയോധികനാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, അവൻ്റെ മഹത്വം എന്ന് പറയുന്നത് അവൻ്റെ ജീവിത സാക്ഷ്യത്തിലായിരുന്നു എന്ന് വചനത്തിലൂടെ നമ്മൾ തിരിച്ചറിയുകയാണ്. ഇന്ന് ഒരു വ്യക്തിയുടെ മഹത്വം നമ്മൾ തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? അവൻ്റെ ഡിഗ്രി നോക്കും, സോഷ്യൽ മീഡിയകളിലൊക്കെ ആണെങ്കിൽ അവൻ്റെ ഫോളോവേഴ്സിനെ നോക്കും, അല്ലെങ്കിൽ എത്ര ലൈക്ക് കിട്ടിയെന്ന് നോക്കും, അല്ലെങ്കിൽ സമ്പത്ത്, സൗഭാഗ്യങ്ങൾ, ഇതൊക്കെ നോക്കിയാണ് ഒരുവൻ്റെ മഹത്വത്തെ ഈ കാലഘട്ടത്തിൽ അളക്കുന്നത്. എന്നാൽ നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം, നിന്റെ ജീവിതം എത്ര വിശുദ്ധമാണ്, നിന്റെ ജീവിതം എത്രമാത്രം സാക്ഷ്യമായിട്ട് മാറുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഈ ലോകത്തിൻ്റെ നടുവിൽ ജീവിക്കുമ്പോൾ നിന്റെ കുടുംബത്തിൽ എത്രമാത്രം നിന്റെ ജീവിതം വിശുദ്ധിയോടെ കാത്തു സൂക്ഷിച്ച് ആ വിശുദ്ധിയുടെ ജീവിതം നിന്റെ ജീവിത പങ്കാളിക്കും, നിന്റെ മക്കൾക്കും, നിന്റെ മാതാപിതാക്കൾക്കും, നീ ജീവിക്കുന്ന സമൂഹത്തിന് മുൻപിലും മാതൃകയായിട്ട് കൊടുക്കാനായിട്ട് നിനക്ക് സാധിക്കുന്നുണ്ട്. ലോകത്തിൽ നിന്നും, ലോകത്തിൻ്റെ ചിന്തകളിൽ നിന്നും
ഇന്നിൻ്റെ ലോകത്തിൻ്റെ വഴികളിൽ നിന്നും മാറി സഞ്ചരിക്കുന്നവന് മാത്രമേ ലോകത്തിന് മുമ്പിൽ മാതൃകകളായിട്ട് മാറാനായിട്ട് സാധിക്കുകയുള്ളൂവെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കണം. ദൈവം നോക്കുന്നത് ഇങ്ങനെയുള്ള മാതൃകകളെയാണ്. ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള മാതൃകകൾ നമുക്കാവശ്യമാണെന്ന് പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കുക. ഇന്ന് പലപ്പോഴും ഞാൻ സൂചിപ്പിച്ചതുപോലെ സിനിമാ താരങ്ങളെയോ അല്ലെങ്കിൽ കായിക താരങ്ങളെയൊക്കെ നോക്കി അവരെ അനുകരിക്കാനായിട്ട് വെമ്പൽ കൊള്ളുന്ന ഒരു തലമുറ ഇന്ന് രൂപപ്പെട്ടു വരുന്നുണ്ട്. ഇന്ന് ഏത് കോപ്രായങ്ങളെയും അനുകരണാർഹമായ വിധത്തിലാക്കി തീർത്ത് അതിൻ്റെ പിന്നാലെ നടക്കുന്ന യുവജനങ്ങൾ വസ്ത്രധാരണങ്ങളിലും ശരീരത്തിൻ്റെ ഓരോ മാറ്റങ്ങളിലുമൊക്കെ ഇത് ഇന്നത്തെ തലമുറ കാണിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ളവരുടെ മുൻപിൽ വിശുദ്ധിയുടെ ഒരു മാതൃക ചെയ്യാനായിട്ട് നിനക്ക് സാധിക്കുന്നുണ്ടോ? നിന്റെ മക്കള് ഒരുപക്ഷെ ഈ ലോകത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ ആ മക്കൾക്ക് മുൻപിൽ നീ എന്തു മാതൃകയാണ് കൊടുക്കുന്നത്? പല മാതാപിതാക്കളും മക്കളുടെ വസ്ത്രധാരണത്തെ പറ്റിയും ശരീരത്തിൻ്റെ ഓരോ മാറ്റങ്ങൾ കാണിക്കുന്നതിനെക്കുറിച്ചും ഒക്കെ പരാതി പറയാറുണ്ട്. ചില അമ്മമാരൊക്കെ വന്നിട്ട് പറയുന്നുണ്ട്, അച്ഛാ ഇതൊക്കെ കാണുമ്പോൾ ഉള്ളിൽ പേടിയാണെന്ന്. ഉള്ളിൽ പേടി തോന്നുമ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് നടക്കുമ്പോൾ നിന്റെ കുടുംബത്തിൽ നീ എന്തു മാതൃക കൊടുക്കുന്നുണ്ട്? നിന്റെ മക്കളുടെ മുമ്പിൽ വിശുദ്ധിയുടെ മാതൃകയാകാനായിട്ട് നിനക്ക് സാധിച്ചിട്ടുണ്ടോ? ഈ എലയാസറിൻ്റെ ജീവിതം പഠിപ്പിക്കുന്നത് വിശുദ്ധിയുടെ മാതൃകകളായിട്ട് നമ്മൾ ഓരോരുത്തരും മാറണമെന്നാണ്. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ കാണുകയാണ്, എലയാസറിൻ്റെ വായി പന്നിമാംസം തിന്നാൻ അവർ ബലം പ്രയോഗിച്ച് തുറന്നു. നിഷിദ്ധമായത് ഭക്ഷിക്കാനായിട്ട് അവനോട് ആവശ്യപ്പെടുക. തുടർന്ന് വരുന്ന വചനത്തിൽ കാണുന്നുണ്ട്, അവമാനിതനായി ജീവിക്കുന്നതിനേക്കാൾ അഭിമാനത്തോടെ മരിക്കാൻ നിശ്ചയിച്ച അവൻ അത് തുപ്പിക്കളഞ്ഞുകൊണ്ട് പീഡനം വരിച്ചു. നിഷിദ്ധമായതിനെ തുപ്പിക്കളയാനായിട്ട് അവൻ തയ്യാറാവുകയാണ്. നിന്റെ ജീവിതത്തിൽ നിഷിദ്ധമായത് പലതുണ്ട്. അതിനെ തുപ്പിക്കളയാൻ, അതിനെ മാറ്റിക്കളയാൻ നീ തയ്യാറാകുന്നുണ്ടോ? നിന്റെ മക്കളെ ഓർത്ത് നീ ആകുലപ്പെടുമ്പോൾ, ഇന്നത്തെ തലമുറയോടുത്ത് ആകുലപ്പെടുമ്പോൾ നിന്റെ ജീവിതത്തിൽ ഇതിനെ നീ എങ്ങനെ സ്വീകരിക്കുന്നു? നിഷിദ്ധമായതിനെ മാറ്റി നിർത്തി നിന്റെ ജീവിതത്തിൽ ദൈവം പറഞ്ഞിരിക്കുന്ന വിശുദ്ധിയുടെ വഴി തിരഞ്ഞെടുക്കാൻ നിനക്ക് വ്യക്തിപരമായിട്ട് സാധിക്കുന്നുണ്ടോ എന്ന് നിന്റെ ജീവിതത്തിൽ നീ പരിശോധിച്ചു നോക്കണം. ഇന്ന് വിട്ടുവീഴ്ചകളുടെ ഒരു കാലഘട്ടമാണ്. എല്ലാറ്റിനും വിട്ടുവീഴ്ചകളാണ്. പലപ്പോഴും പല കാര്യങ്ങൾ തുറന്നു പറയാൻ പോലും പലർക്കും മടിയാ, പേടിയാ. നീ ചെയ്യുന്നത് തെറ്റാണെന്ന് മുഖത്ത് നോക്കി പറയാൻ പലർക്കും പേടിയാ. പറഞ്ഞ വിമർശിക്കപ്പെടും. നാളെ ഇത് സോഷ്യൽ മീഡിയയിലിട്ട് അവരുടെ ജീവിതത്തെ നശിപ്പിക്കുന്ന വിധത്തിലുള്ള പരിപാടികൾ നമ്മൾ കാണും. പ്രിയപ്പെട്ട ദൈവമക്കളെ, അങ്ങനെ ഈ ലോകത്തിന്റെ മുൻപിൽ വിട്ടുവീഴ്ചയ്ക്ക് പലരും തയ്യാറായിട്ട് നിൽക്കുക. പലതും തുറന്നു പറയാൻ പോലും മടിയാ. മക്കളോട് തുറന്നു പറയാനായിട്ട് മാതാപിതാക്കൾക്ക് പേടിയാ. കാരണം മക്കൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ജീവിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ തിരിച്ചറിഞ്ഞ് ഒരു തലമുറയാ നഷ്ടപ്പെട്ടു പോകുന്നത്. വിട്ടുവീഴ്ചകൾക്കല്ല നമ്മൾ തയ്യാറാവേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ചെറിയ വിട്ടുവീഴ്ച പോലും വലിയ അടിമത്തത്തിലേക്ക് നമ്മളെ നയിക്കുമെന്ന് മറക്കരുത്. മക്കൾ എന്ത് കാട്ടുമെന്ന് ഭയപ്പെട്ടുകൊണ്ട് മക്കൾ പറയുന്ന വഴിയിലൂടെ അവരെ വിടരുത്. അങ്ങനെയായാൽ വലിയ അടിമത്തത്തിലേക്ക് നമ്മുടെ മക്കളൊക്കെ പോകുമെന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ട ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടമെന്ന് തിരിച്ചറിഞ്ഞുകൊള്ളുക. ഇന്ന് പലരുടെയും ജീവിതം ഒന്ന് എടുത്തു നോക്കിക്കുക. നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതം പരിശോധിച്ചാൽ മദ്യം അത് കഴിക്കരുതെന്ന് പറയുമ്പോൾ പലരും പറയും, അച്ഛാ ഒരു റിലാക്സേഷന് വേണ്ടി. പലപ്പോഴും ധ്യാന കേന്ദ്രത്തിൽ ധ്യാനത്തിനൊക്കെ വരുന്ന മക്കളോട് മദ്യപിക്കരുത്, അത് കുടുംബത്തെ തകർക്കുന്ന വല്ലപ്പോഴും ഉള്ളച്ചാ, അത് വെറും ഒരു റിലാക്സേഷന് വേണ്ടി മാത്രമാണ്. മയക്കുമരുന്ന് ഒരു എക്സ്പീരിയൻസിന് വേണ്ടി. അത് എന്താണെന്ന് അറിയാൻ ചിലരെ പറയാറുണ്ട്, ദൈവം സൃഷ്ടിച്ചതെല്ലാം നമ്മളൊന്ന് അനുഭവിച്ചു നോക്കണ്ടേ, ഇതെങ്ങനെയുണ്ട് ദൈവത്തിൻ്റെ സൃഷ്ടിയെന്ന്. പ്രിയപ്പെട്ട ദൈവമക്കളെ, തെറ്റായ കാഴ്ചപ്പാടുകളാണ്. വിശുദ്ധിയെക്കുറിച്ച് പറയുമ്പോൾ സമൂഹം ഇന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഓർത്തിരിക്കുക,
വിശുദ്ധിയെ നമ്മൾ തകർത്ത് കളയുമ്പോൾ ഒരു തലമുറയാണ് നഷ്ടപ്പെടുന്നത് എന്നും നമ്മുടെ ജീവിതത്തിന് ലഭിക്കേണ്ട ദൈവാനുഗ്രഹമാണ് നഷ്ടപ്പെടുന്നത് എന്നുമുള്ള കാര്യം നമ്മൾ ആരും മറന്നുപോകരുത്. ഇന്ന് നമ്മുടെയൊക്കെ മുൻപിൽ വെക്കുന്ന ചാനൽ ചർച്ചകൾ പലപ്പോഴും നമ്മളൊക്കെ കാണുന്നില്ലേ? ആ ചർച്ചകളിൽ പോലും കയറിയിരുന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളെ, മദ്യത്തിനെയും അതുപോലെയുള്ള കാര്യങ്ങളെയും ന്യായീകരിച്ചുകൊണ്ട് സോഷ്യൽ ഡ്രിങ്ക് എന്നും റിലാക്സേഷന് വേണ്ടിയെന്നും ഇത് സമൂഹം അംഗീകരിക്കുന്ന കാര്യമാണ്, നിങ്ങൾ ഏതൊക്കെ കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് എന്നുമൊക്കെ പറയുമ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ, വലിയ അടിമത്തത്തിലേക്ക് ഒരു തലമുറ നശിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നമ്മൾ തിരിച്ചറിയുകയല്ലേ? ഈ ദിവസങ്ങളിൽ തൂഫാൻ അതിൻ്റെ പ്രവർത്തനത്തിൽ എത്രയോ കോടിക്കണക്കിന് മയക്കുമരുന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് പിടിച്ചെടുക്കുന്നത്. എന്തൊരു അവസ്ഥയാണ് നമ്മുടെ തലമുറ എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയുള്ള കാലഘട്ടത്തിൽ നിനക്ക് നിന്റെ കുടുംബത്തിൽ, നിന്റെ മക്കൾക്ക് മുൻപിൽ മാതൃകയായിട്ട് ജീവിക്കാൻ സാധിക്കുന്നുണ്ടോ? ഈ മദ്യം വേണ്ടെന്ന് വെച്ച്, മയക്കുമരുന്ന് വേണ്ടെന്ന് വെച്ച്, ജഡത്തിൻ്റെ ആസക്തികൾ വേണ്ടെന്ന് വെച്ച്, ചില സുഖങ്ങൾ വേണ്ടെന്ന് വെച്ച് അതിനെ നിന്നിൽ നിന്ന് തുപ്പിക്കളഞ്ഞ് നിന്റെ മക്കൾക്ക് മുമ്പിൽ, നിന്റെ കുടുംബത്തിന് മുമ്പിൽ ഒരു മാതൃകയായിട്ട് നീ ജീവിക്കണം. അങ്ങനെ അഭിമാനത്തോടെ ജീവിക്കാനായിട്ട് നീ തയ്യാറാകുമ്പോഴാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ ദൈവസന്നിധിയിൽ നിന്റെ ജീവിതത്തിന് വിലയുണ്ടാവുകയുള്ളൂ എന്ന് തിരിച്ചറിയുക. ലോകം ബലമായിട്ട് നമ്മുടെയൊക്കെ മനസ്സിൽ ഇന്ന് പാപം നിറയ്ക്കുന്നുണ്ട്. നമ്മൾ കാണുന്ന സോഷ്യൽ മീഡിയ, TV-യിൽ, ഇതിലൂടെയൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത് എന്താ? നമ്മൾ കാണുന്ന ഫിലിംസ്, ഇതിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത് എന്താ? സഭയെയും ദൈവത്തെയും ഒക്കെ താറടിച്ചുകൊണ്ട്, ദൈവിക സങ്കല്പങ്ങളെയൊക്കെ മാറ്റിമറച്ചുകൊണ്ട്, മദ്യത്തെയൊക്കെ ഒരു ആഘോഷമാക്കിയും മയക്കുമരുന്നിനെ തെറ്റില്ലാത്ത അവസ്ഥയുമാക്കി ഇതിനെയൊക്കെ മഹത്വവൽക്കരിച്ചുകൊണ്ടുള്ള സിനിമകളല്ലേ ഇന്ന് പുറത്തിറങ്ങുന്നത്? പക്ഷെ ഇതൊക്കെ കാണാനായിട്ട് നമ്മുടെ മക്കളും ഒക്കെ പോവുകയാണ്. ഇതിലൂടെ എന്ത് സന്ദേശം നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്? നോ എന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. ഇതിനെ മുമ്പിൽ നിർത്തി ഇതിനോട് നോ എന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കുമ്പോഴാണ് ദൈവത്തിരുമുമ്പിൽ അഭിമാനത്തോടെ ജീവിക്കുന്നവനായിട്ട് നീ മാറുന്നത് എന്ന് തിരിച്ചറിയുക. എലയാസർ ദൈവത്തിന് മുമ്പിൽ അഭിമാനത്തോടെ നിന്നു, സമൂഹത്തിന് മുൻപിൽ അവൻ അഭിമാനത്തോടെ നിന്നു. 20-ാമത്തെ തിരുവചനത്തിൽ നമ്മളത് ഇങ്ങനെ വായിക്കുക: ജീവനോടുള്ള സ്വാഭാവിക സ്നേഹം പോലും മറന്ന് നിഷിദ്ധ വസ്തുക്കൾ രുചിക്കാൻ പോലും വിസമ്മതിക്കുന്ന ധീരന്മാർ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ദൈവത്തിന് മുമ്പിൽ നീ ഒരു ധീരനായിരിക്കണം. ഈ ലോകത്തിന് മുമ്പിൽ ആ ധീരത പ്രകടിപ്പിക്കണം. ധീരത പ്രകടിപ്പിക്കേണ്ടത് മദ്യം കഴിച്ചുകൊണ്ടല്ല, മയക്കുമരുന്ന് കഴിച്ചുകൊണ്ടല്ല, എന്ത് തോന്നിവാസവും ജീവിതത്തിൽ കാട്ടിക്കൂട്ടിക്കൊണ്ടല്ല. ഉപരിയായിട്ട് നിഷിദ്ധമായതിനെയൊക്കെ മാറ്റിക്കളയാൻ, വേണ്ടെന്ന് വെക്കാൻ, ധീരതയോടെ വേണ്ടെന്ന് വെക്കാനായിട്ട് സാധിച്ച നീ ദൈവത്തിന് മുമ്പിൽ വിലയുള്ളവനായിട്ട് മാറും. പ്രിയപ്പെട്ട ദൈവമക്കളെ, അങ്ങനെ ഒരു വ്യക്തിയായിട്ട് നീ മാറണമെന്ന് വചനം പഠിപ്പിക്കുക. വീണ്ടും 21ഉം 22ഉം തിരുവചനങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കുക: നിഷിദ്ധമായ ആ ബലിയുടെ ഭാരവാഹികൾ അവനോടുള്ള ദീർഘകാല പരിചയം കൊണ്ട് അവന് ഭക്ഷിക്കാൻ അനുവാദമുള്ള മാംസം കൊണ്ടുവന്നിട്ട് രാജാവ് ആജ്ഞാപിച്ച ബലിവിരുന്നിൻ്റെ മാംസം എന്ന ഭാവേന അത് ഭക്ഷിക്കാൻ അവനെ രഹസ്യമായി നിർബന്ധിച്ചു. അവൻ അങ്ങനെ ചെയ്ത് മരണത്തിൽ നിന്ന് രക്ഷപ്പെടുമെന്നും തങ്ങളോടുള്ള ചിരകാല മൈത്രി മൂലം അവന് കരുണ ലഭിക്കുമെന്നും അവർ പ്രതീക്ഷിച്ചു. അവൻ്റെ സുഹൃത്തുക്കള് അവനെ സ്നേഹിക്കുന്നു എന്ന വ്യാജേന അവൻ്റെ അടുത്ത് വന്നിട്ട് അവനോട് അഭിനയിക്കാൻ പറയുക. നിഷിദ്ധമായതിന് പകരം കഴിക്കാൻ പറ്റുന്ന കൊണ്ടുവച്ചിട്ട് അത് കഴിച്ചു. അപ്പം അത് രാജാവ് കരുതും നിഷിദ്ധമായതാണ് കഴിച്ചത് എന്ന് രാജാവ് കരുതും എന്ന് പറഞ്ഞ് കൊണ്ടുവയ്ക്കുക. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ ഒരു പ്രലോഭനമാണ്, ഇരട്ട ജീവിതത്തിൻ്റെ പ്രലോഭനം. നിന്റെ കുടുംബത്തിൽ നീ ഒരു വിധത്തിൽ ജീവിക്കും, നീ ജോലിയിലേക്കോ മറ്റ് സ്ഥലങ്ങളിലേക്കോ ചെല്ലുമ്പോൾ വേറൊരു വിധത്തിൽ ജീവിക്കും. ഇരട്ടമുഖത്തോടുകൂടെ ജീവിക്കുന്നവരുണ്ട്. കുടുംബത്തിലെല്ലാം നല്ലതാണെന്ന് കാണിച്ചുകൊണ്ട് ജീവിക്കും. ഭാര്യയുടെ മുമ്പിൽ, മക്കളുടെ മുൻപിൽ നീ എല്ലാം നന്നായിട്ട് അഭിനയിക്കും. എന്നാൽ പുറത്തേക്ക് ഇറങ്ങിയാലോ
നിന്റെ ജോലി സ്ഥലത്ത് ചെന്നാലോ മറ്റുള്ളവരുടെ മുമ്പിലോ നിന്റെ ജീവിതം വേറൊരു ജീവിതമായിരിക്കും. അങ്ങനെയുള്ള വ്യക്തികളും ഇന്നിൻ്റെ സമൂഹത്തിലുണ്ട്. കുടുംബത്തിൽ ജീവിത പങ്കാളിയുടെയും മക്കളുടെയും ഒക്കെ മുൻപിൽ നന്മയും വിശുദ്ധിയും ആയിട്ട് അഭിനയിച്ചിട്ട് വേറെ ബന്ധങ്ങളിലേക്ക് പോകുന്ന എത്രയോ പുരുഷന്മാരുണ്ട്. ഭാര്യയുടെ മുമ്പിൽ എന്തുമാത്രം സ്നേഹം അഭിനയിക്കും, പക്ഷേ വേറെ തെറ്റായ ബന്ധങ്ങളിലേക്ക് പോകുന്ന പുരുഷന്മാർ. സ്ത്രീകൾ ഇടയ്ക്ക് ധ്യാനത്തിന് മലയാറ്റൂരുള്ള ഇല്ലിത്തോട് ദർശന ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം നടക്കുമ്പോൾ ഒരു സഹോദരി വന്നു. സഹോദരിയുമായിട്ട് പ്രാർത്ഥിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ചില തെറ്റായ ബന്ധങ്ങൾ കർത്താവ് കാണിച്ചു എന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഈ മകളെന്നോട് പറയുകയാണ്, അച്ഛാ, എൻ്റെ ജീവിത പങ്കാളി തെറ്റായ ഒരു ബന്ധത്തിലൂടെ കടന്നു പോവുകയാണ്. വിവാഹം കഴിഞ്ഞ് ആദ്യ രാത്രിയിൽ തന്നെ എൻ്റെ ജീവിത പങ്കാളി എന്നോടത് സൂചിപ്പിച്ചു. അതെൻ്റെ ചങ്കിൽ ഏറ്റ ഏറ്റവും വലിയ അടിയായിരുന്നു. ഞാനത് ക്ഷമിക്കാൻ തയ്യാറായി, പക്ഷേ ജീവിത പങ്കാളിയെ തുടർന്നു കൊണ്ടുപോവുകയാണ്. അങ്ങേരോടുള്ള വാശിയും വൈരാഗ്യവും മൂത്ത് ഞാനിപ്പോൾ 2 ബന്ധത്തിൽ, അങ്ങേരെ ഒരു ബന്ധത്തിലാണെങ്കിൽ ഞാൻ 2 പുരുഷന്മാരുമായിട്ട് ബന്ധത്തിലാണെന്ന് ഈ മകള് പറയുകയുണ്ടായി. പക്ഷേ ഭർത്താവിനോട് ഭയങ്കര സ്നേഹത്തിൻ്റെ അഭിനയം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കി എവിടേക്കാണ് ഈ ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്, ആരെയാ തോൽപ്പിക്കുന്നത്. ദൈവത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മുടെ മനസാക്ഷി എങ്ങനെയായിരിക്കും, നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കും? ഈ ലോകം നമുക്ക് നൽകുന്ന ചിന്തകൾക്ക് പിന്നാലെ നമ്മൾ പോയാൽ, പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മളൊക്കെ തള്ളിക്കളയപ്പെടുന്നവരായിട്ട് മാറുമെന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. ഇരട്ടമുഖത്തിൻ്റെ ജീവിതമല്ല, അഭിനയത്തിൻ്റെ ജീവിതമല്ല, യാഥാർത്ഥ്യത്തിൻ്റെ ജീവിതമാണ് നമ്മൾ ഓരോരുത്തരും നയിക്കേണ്ടത് എന്നുള്ള കാര്യം മറക്കരുത്. ദൈവം ആഗ്രഹിക്കുന്നത് അഭിനയമല്ല, ആത്മാർത്ഥതയാണെന്നുള്ള കാര്യം ഓർത്തിരുന്നോളുക. ദൈവം നമ്മളെ ഓരോരുത്തരെയും നോക്കുന്നുണ്ട്. ദൈവം നമ്മുടെ അരികിൽ തന്നെയുണ്ട്. അവിടുന്ന് നമ്മുടെ ഓരോ വാക്കും ഓരോ പ്രവൃത്തിയും, നമ്മുടെ ശ്വാസം പോലും ദൈവം അറിയുന്നുണ്ട്, ദൈവം നോക്കുന്നുണ്ട് എന്നുള്ള കാര്യം മറക്കരുതേ. ലോകത്തിന് മുമ്പിൽ പലതും മറയ്ക്കാൻ പറ്റും, പക്ഷെ ദൈവത്തിന് മുമ്പിൽ ഒന്നും മറച്ചു വയ്ക്കാനായിട്ട് സാധിക്കുകയില്ല എന്ന് പ്രിയപ്പെട്ട ദൈവമക്കളെ തിരിച്ചറിഞ്ഞുകൊള്ളുക. ലോകത്തിന് മുമ്പിൽ പലതും നീ മറയ്ക്കുന്ന വ്യക്തിയാണ് എങ്കിൽ ദൈവത്തിന് മുമ്പിൽ ഒന്നും മറയ്ക്കാൻ പറ്റത്തില്ല. ദൈവത്തിന് മുമ്പിൽ മറയ്ക്കാൻ പറ്റാത്തതുപോലെ ഓർത്ത് അതുപോലെ ഒരു ജീവിതം നയിക്കാനായിട്ട് പരിശ്രമിക്കുക. ഒന്നും മറയില്ലാത്ത ഒരു ജീവിതം നിന്റെ കുടുംബത്തിലും നയിക്കാനായിട്ട് നീ തയ്യാറാവണം. അതാണ് ഈ തലമുറയ്ക്ക് കൊടുക്കേണ്ട ഏറ്റവും വലിയ മാതൃക എന്ന് തിരിച്ചറിയുക. 23-ാമത്തെ തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുകയാണ്, തൻ്റെ വാർദ്ധക്യത്തിൻ്റെ അന്തസ്സിനും നരച്ച മുടിയുടെ മഹത്വത്തിനും ബാല്യം മുതൽ നയിച്ച ഉത്തമ ജീവിതത്തിനും വിശുദ്ധവും ദൈവതത്വവുമായ നിയമത്തിനും യോജിച്ച വിധം അവൻ ദൃഢനിശ്ചയം ചെയ്തുകൊണ്ട് തന്നെ പാതാളത്തിലേക്ക് അയച്ചുകൊള്ളാൻ അവരോട് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, താൻ അതുവരെ ജീവിച്ച ആ വഴിയിൽ നിന്ന് ഒരു അണുവീണം മാറാനായിട്ട് അദ്ദേഹം തയ്യാറാവുന്നില്ല. ആ അന്തസ്സിൽ തന്നെ മരിക്കാനായിട്ട് അദ്ദേഹം തയ്യാറാവുകയാണ്. ഉറച്ച തീരുമാനങ്ങൾ ഉണ്ടാവണം. ചിലതിനോടൊക്കെ നോ എന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കണം. ജീവിതം മാറുന്നത് വികാരങ്ങൾ കൊണ്ടല്ല, തീരുമാനങ്ങൾ കൊണ്ടാണ്. ഉറച്ച തീരുമാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നോ എന്ന് പറയേണ്ടതിനോട് നോ എന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കണം. ചിലരൊക്കെയുണ്ട് ചെറുപ്പകാലത്ത് നന്നായിട്ട് പ്രാർത്ഥിച്ചു വരുന്ന ചില അമ്മമാരൊക്കെ വന്നിട്ട് പറയുന്നുണ്ട്, അച്ഛാ, എൻ്റെ മോനുണ്ടല്ലോ ചെറുപ്പത്തിൽ എന്തുമാത്രം പ്രാർത്ഥനയായിരുന്നു എന്നറിയാവോ, അൽത്താര ശുശ്രൂഷയായിരുന്നു, അച്ഛന്മാരോട് ചേർന്നായിരുന്നു നടന്നത്, പക്ഷേ ഇന്നവന് പ്രാർത്ഥനയില്ല അച്ഛാ. ഇന്ന് അവൻ്റെ വഴിയിലൂടെയാ മദ്യം, മയക്കുമരുന്ന്, തെറ്റായ വഴികൾ, ഇങ്ങനെയൊക്കെയാ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്ത് ചെയ്യണമെന്നറിയില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ വ്യക്തിപരമായിട്ടും പരിശോധിച്ച് നോക്കണം. നമ്മൾ ചെറുപ്പത്തിൽ എങ്ങനെയായിരുന്നു? വിശുദ്ധിയുടെ നന്മയുടെ വഴിയിലൂടെ ജീവിച്ചവരല്ലേ നമ്മളൊക്കെ. പക്ഷെ ഇന്ന് നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥ എന്താ? എലയാസർ ജീവിച്ചു വന്ന വഴിയിൽ എങ്ങനെയാണോ ജീവിച്ചത് അതുപോലെ മരിക്കാനായിട്ട് അവൻ ആഗ്രഹിക്കുക. അതിൽ നിന്ന് മാറുന്നില്ല അവൻ. ഇതാണ്
വിശുദ്ധമായ ജീവിതം, ദൈവത്തിന് പ്രീതികരമായ ജീവിതം ഇതാണ് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മറക്കരുത്. ഇങ്ങനെ ഒരു ജീവിതത്തിൻ്റെ ഉടമകളായിട്ട് മാറാനായിട്ട്, അത് മറ്റുള്ളവരുടെ മുമ്പിൽ സാക്ഷ്യമായിട്ട് മാറ്റാനായിട്ടും നമുക്ക് ഓരോരുത്തർക്ക് സാധിക്കണം. വീണ്ടും 24 25 തിരുവചനങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കുകയാണ്. അവൻ തുടർന്നു, നമ്മുടെ ഈ പ്രായത്തിന് ഈ അഭിനയം ചേർന്നതല്ല. എലയാസർ 90-ാം വയസ്സിൽ മതം മാറിയെന്ന് ചെറുപ്പക്കാർ വിചാരിക്കും. ഒരു ചെറിയ നിമിഷം കൂടെ ജീവിക്കാൻ വേണ്ടി എൻ്റെ ഈ അഭിനയം മൂലം ഞാൻ അവരെ വഴിതെറ്റിക്കുകയും എൻ്റെ വാർദ്ധക്യത്തെ പങ്കിലവും അപമാനിതമാക്കുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, എത്രയോ അഭിമാനത്തോടെയുള്ള വാക്കാണ് ഈ എലയാസർ പറയുന്നത്. നിന്റെ ഓരോ പ്രവൃത്തിയും മറ്റുള്ളവർക്ക് മാതൃകയാണ്. അദ്ദേഹം പറയാ, ഞാൻ ഈ 90-ാം വയസ്സിൽ നിഷിദ്ധമായത് പ്രവർത്തിച്ച് യുവാക്കൾക്ക്, ചെറുപ്പക്കാർക്ക് ദുർമാതൃകയായി തീരാൻ ആഗ്രഹിക്കുന്നില്ലെന്ന്. അവന് അതിനനുസരിച്ചുള്ള ജീവിതം നയിക്കുക. ഒരപ്പൻ്റെ മദ്യപാനം കുടുംബത്തിലുള്ള മക്കളുടെ ജീവിതത്തിൻ്റെ ഭാവിയെ തകർത്ത് കളയുമെന്ന് തിരിച്ചറിയണം. ഒരമ്മയുടെ അവിശ്വാസം ഒരു തലമുറയെ തന്നെ നശിപ്പിക്കും. ഒരപ്പൻ്റെയും ഒരമ്മയുടെയും വിശുദ്ധിയും വിശ്വാസവും മക്കളെ നേർവഴിയിലേക്ക് നയിക്കാനായിട്ട് കാരണമായി തീരുമെന്നും നമ്മൾ ആരും മറക്കരുത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ കുടുംബത്തിൽ, സമൂഹത്തിൽ വിശ്വാസത്തിൻ്റെയും വിശുദ്ധിയുടെയും മാതൃകകളായിട്ട് ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ഇന്നിൻ്റെ ഈ ലോകത്തിൽ നിന്റെ മക്കൾക്ക് മുമ്പിൽ, സമൂഹത്തിന് മുമ്പിൽ വിശ്വാസത്തിന്, വിശുദ്ധിക്ക് മാതൃകയാവുക. 26-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ വായിക്കുകയാണ്, തൽക്കാലത്തേക്ക് മനുഷ്യശിക്ഷയിൽ നിന്ന് എനിക്കൊഴിവാകാമെങ്കിലും സർവശക്തൻ്റെ കരങ്ങളിൽ നിന്ന് ജീവിച്ചാലും മരിച്ചാലും എനിക്ക് രക്ഷപ്പെടാൻ കഴിയുകയില്ല. പ്രിയപ്പെട്ടവരെ, മനുഷ്യനെ വഞ്ചിക്കാൻ പറ്റും, പക്ഷെ ദൈവത്തെ വഞ്ചിക്കാനായിട്ട് സാധിക്കുകയില്ല എന്ന് നമ്മൾ തിരിച്ചറിയാം. ദൈവകരങ്ങളിൽ നിന്ന് നമ്മൾ വിട്ടുപോകില്ല. ഓർത്തിരുന്നോളുക, മനുഷ്യനെ വഞ്ചിക്കാൻ പറ്റും, പക്ഷേ ദൈവത്തെ വഞ്ചിക്കാനായിട്ട് സാധിക്കുകയില്ല. വീണ്ടും അടുത്ത വചനത്തിൽ 27, 28, 29 തിരുവചനം നമ്മൾ വായിക്കുക. അതിനാൽ പൗരുഷത്തോടെ ഞാൻ എൻ്റെ ജീവൻ അർപ്പിക്കുകയാണ്. അതുവഴി ഞാൻ എൻ്റെ വാർദ്ധക്യത്തിന് യോഗ്യനെന്ന് തെളിയും. സംപൂജ്യവും വിശുദ്ധവുമായ നിയമത്തിന് വേണ്ടി എങ്ങനെയാണ് സോമനസാലെ ശ്രേഷ്ഠമരണം വരിക്കേണ്ടത് എന്നതിന് യുവാക്കൾക്ക് മഹത്തായ ഒരു മാതൃകയായിരിക്കും അത്. ഇത് പറഞ്ഞിട്ട് അവൻ പീഡനയന്ത്രത്തിൻ്റെ അടുത്തേക്ക് ചെന്നു. അല്പം മുമ്പ് തന്നോട് സന്മനസ്സോടെ വർത്തിച്ചവർ ഇപ്പോൾ ദുഷ്ടരായി മാറി. അവരുടെ നോട്ടത്തിൽ അവൻ്റെ വാക്ക് തനി ഭ്രാന്തായിരുന്നു. വിശുദ്ധി ത്യാഗത്തിൻ്റെ പേരാ. ചില ത്യാഗങ്ങൾ ജീവിതത്തിൽ എടുക്കെങ്കിൽ മാത്രമേ വിശുദ്ധരായിട്ട് മാറാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. നമ്മുടെയൊക്കെ ജീവിതം ഈ ലോകത്തിൽ അവസാനിപ്പിച്ചു പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ എലയാസറിനെ പോലെ അഭിമാനത്തോടെ മരിക്കാനായിട്ട് നമുക്ക് തയ്യാറാവണം, നമുക്ക് സാധിക്കണം. ക്രിസ്തുവിന് വേണ്ടി ജീവിതത്തിൽ ചിലതൊക്കെ മാറ്റിവെക്കേണ്ടതായിട്ട് വരും. ചില സുഖങ്ങൾ ഈ ലോകത്തിൽ നിന്ന് മാറ്റിവെക്കേണ്ടതായിട്ട് വരും. ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുമ്പോൾ ചില സുഹൃത്തുക്കൾ നമുക്ക് നഷ്ടപ്പെടും, ചില ബന്ധങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നഷ്ടപ്പെടുമെന്ന് വരും. പക്ഷെ ഇതൊക്കെ നഷ്ടപ്പെടുത്തുമ്പോൾ നിനക്ക് ദൈവത്തെ ലഭിക്കും. ഈ ജീവിതത്തിൽ ചിലത് നഷ്ടപ്പെടുത്തുമ്പോൾ, വേണ്ടെന്ന് വെക്കുമ്പോൾ ദൈവത്തെ നേടാനായിട്ട് നിനക്ക് സാധിക്കും. ഈ ഒരു കാഴ്ചപ്പാട് നിന്റെ ജീവിതത്തിൽ നീ നേടിയെടുക്കണം. തുടർന്ന് വരുമ്പോൾ നമ്മൾ കാണുകയാണ്, അവൻ്റെ പേര് നിലനിന്നു. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കാതെ ദൈവത്തെ നോക്കി, ദൈവത്തിൻ്റെ കരം പിടിച്ച്, ദൈവത്തിന് കൊടുത്ത വാക്ക് നിറവേറ്റി ജീവിച്ച എലയാസറിൻ്റെ പേര് എന്നും നിലനിൽക്കും. ലോകം അവസാനിക്കുന്നിടത്തോളം കാലം എൻ്റെ ജീവിതം നിലനിൽക്കും, അവൻ്റെ പ്രവർത്തികൾ നിലനിൽക്കും. ഇതുപോലെ നീയും നിന്റെ കുടുംബത്തിന്, നിന്റെ മക്കൾക്ക്, സമൂഹത്തിന് ഒരു ഓർമ്മയായിട്ട് നിൽക്കട്ടെ. വിശുദ്ധിയുടെ, വിശ്വാസത്തിൻ്റെ ഒരു ജീവിതം നയിക്കാം. ലോകത്തിൻ്റെ വഴികളിലൂടെയല്ല, ദൈവവചനത്തിൻ്റെ വഴിയിലൂടെ അഭിമാനത്തോടെ മാതൃകയായിട്ട് ജീവിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. അങ്ങനെയുള്ളവർ ദൈവത്തെ നേടും. അവർ ദൈവകരങ്ങളിലായിരിക്കും. ദൈവത്തിൻ്റെ ചങ്കിൽ അവർക്ക് സ്ഥാനമുണ്ടായിരിക്കും.
കരങ്ങൾ കൂപ്പി ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ നല്ല ഈശോയെ, അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെയുള്ള വിശുദ്ധമായൊരു ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്ക് ഇടമ നൽകട്ടെ. കർത്താവെ, ലോകത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കാതെ അങ്ങയുടെ വിശുദ്ധ വഴിയിലൂടെ സഞ്ചരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അതുവഴി അങ്ങയുടെ ഹൃദയത്തിൽ സ്ഥാനം നേടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.